Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം. e⁻⁻(-3s/(-1) നമ്മുടെ ക്വസ്റ്റ്യൻ മൊത്തം ഇങ്ങനെയായിരുന്നു. ഫൈൻഡ് ദി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1-7s/(-3s/(-1) ln s-a/(s-b e⁻⁻(3s/(-3s/(-3) മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോണത്. ഏതാണ്? L inverse e⁻⁻(3s/(s-1) ആണ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് e⁻⁻(3s/(s-1) ഫോർമുല കണ്ടുപിടിക്കണം. ഇവിടെ L of t raised എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial by s raised to n plus 1. Laplace transformന്റെ പ്രധാനപ്പെട്ട ഫോർമുലയാണ് L of t raised to n factorial by s raised to n plus 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ L of e raised to a t raised to n by using first shifting property അനുസരിച്ച് s minus a whole raised to n plus 1. Therefore L inverse 1 by s minus a whole raised to n plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to a t raised to n by n factorial എന്ന് പറഞ്ഞാൽ L inverse 1 by s minus a whole raised to n എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടാം? e raised to a t raised to n minus 1 by n minus 1. അപ്പൊ L inverse 1 by s minus a whole raised to n എന്ന് പറഞ്ഞാൽ e raised to a t raised to n minus 1 by n minus 1 factorial. ഇനി നമ്മള് ഇവിടെ L inverse e raised to -3s by s minus 1 whole cube ആണ്. ഈ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. പ്രോപ്പർട്ടി ഏതാണ്? ഇഫ് L of f of t is equal to f bar s ആണെങ്കിൽ L of f of t minus a u of t minus a is equal to e raised to minus as f bar s. ഇവിടെ നമുക്ക് വേണ്ട എന്താണ്? ഇവിടെ നമ്മൾ also we can write the formula as L inverse f bar s is equal to f of t ആണെങ്കിൽ L inverse e raised to minus as f bar s എന്ന് പറയുന്നത് എന്താണ്? This is equal to f of t minus a u of t. u of t. ഇതാണ് ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ L inverse e raised to minus as f bar s എന്ന് പറഞ്ഞാൽ f of t minus a into u of t. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ L inverse e raised to -3s by s minus 1 whole cube ആണ്. ഇവിടെ a എന്നുള്ളത് 3 എടുക്കണം. f bar s എന്നുള്ളത് എടുക്കണം. f bar s എന്നുള്ളത് 1 by s minus 1 the whole. ഇനി നമുക്ക് എന്ത് ചെയ്യണം? L inverse f bar s കണ്ടുപിടിക്കുക. L inverse f bar s എന്ന് പറയുന്നത് എന്താണ്? L inverse 1 by s minus 1 whole. ഇത് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല ഉപയോഗിക്കുക. 1 by s minus a whole raised to എന്താണ്? e raised to a t raised to n minus 1 by n minus 1 factorial. ആ ഫോർമുല കൊടുത്തു വെക്കേ. അപ്പൊ e raised to t ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പൊ e raised to t ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 ആണ്. t square divided by t. അപ്പൊ നമുക്ക് L inverse f bar s എന്ന് പറയുന്നത് e raised to t into t square by 2. ഇത് നമ്മുടെ f of t. a നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. Therefore നമ്മുടെ ആൻസർ L inverse e raised to -3s by s minus 1 whole cube ന്റെ ആൻസർ എന്തായിരിക്കും? f of t minus a into u of t minus a. ഇവിടെ f of t ഇതാണെങ്കിൽ t യുടെ സ്ഥാനത്ത് കൊടുക്കണം e raised to t minus 3 the whole square by 2 into u of t minus. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? e raised to t minus 3 into t minus 3 whole square by 2 u of t minus 3. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ. ഇവിടെ നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ് ഉപയോഗിച്ചത്. സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ f bar s എന്നുള്ള എന്ത് കിട്ടും? 1 by s minus 1 whole cube എന്ന് കിട്ടും. f bar s എന്നുള്ളത് 1 by s minus 1 whole cube. ആ 1 by s minus whole cube ന്റെ റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ചെയ്തത്. ഇത് നിങ്ങളെ ഫോർമുല ബൈഹാർട്ട് ആക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയാം.
L of t raised to n എന്ന് പറഞ്ഞാൽ n factorial s raised to n plus 1 എന്നാണ്. അപ്പൊ അതിനെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ഈ റേഷ്യോ ഇട്ട് ടി റേഷ്യോ എന്താണ് n factorial by s minus a whole raised to n plus 1. L inverse 1 by s minus a whole raised to n plus 1 എന്താണ് ഈ റേഷ്യോ ഇട്ട് ടി റേഷ്യോ n by n factorial. അപ്പോൾ n plus 1 ന്റെ n എടുക്കുമ്പോഴോ L inverse 1 by s minus a whole raised to എന്താണ് ഈ റേഷ്യോ ഇട്ട് ടി റേഷ്യോ n minus 1 by n minus 1 factorial. അപ്പൊ നമ്മുടെ L inverse 1 by s minus a whole raised to എന്നുള്ളത് ഇത്. ഇനി നമ്മളിവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഈ റേഷ്യോ മൈനസ് 3s by s minus ഹോൾ ക്യൂബ് ആണ്. അതിൽ a എന്ന് പറയുന്നത് 3 ആണ്. അതിൽ f bar s എന്ന് പറയുന്നത് 1 by s minus 1 ഹോൾ ക്യൂബ് ആണ്. അപ്പൊ L inverse 1 by s minus ഹോൾ ക്യൂബ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുലയിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഫോർമുല ബൈഹാർട്ട് ആക്കണ്ട. എക്സാമിനേഷൻ വരുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോർമുല കിട്ടും. ഇതൊക്കെ ബൈഹാർട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റിച്ചൊളിയുന്നുണ്ട്. ബൈഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാർജിനിൽ ചെയ്തു നോക്കുമ്പോൾ ആൻസർ കിട്ടും. അപ്പൊ 1 by s minus ഹോൾ റേഷ്യോ ഇതാണെങ്കിൽ ആ എയുടെ സ്ഥാനത്ത് എത്രയാണ്? എയുടെ സ്ഥാനത്ത് 1 ആണ്. ഇവിടെ n സ്ഥാനത്ത് 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ റേഷ്യോ t into t square by 2 by f of t. അപ്പൊ f of t കിട്ടി, a കിട്ടി. f of t a കിട്ടിക്കഴിഞ്ഞാൽ we can apply the second shifting property. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ L inverse e raised to minus 3s by s minus ഹോൾ ക്യൂബ് എന്താണ്? ഈ ടിയുടെ സ്ഥാനത്ത് t minus 3 കൊടുക്കുക. ഈ റേഷ്യോ t minus 3 into t minus 3 the whole square by 2 u of t minus 3 നമ്മുടെ ആൻസർ. അങ്ങനെ ഈ ക്വസ്റ്റ്യനിലെ 3 പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ 3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എത്ര മാർക്ക് കിട്ടുക? 8 മാർക്ക്. ഇത് ഡിസംബർ 2019 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.